സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5:22 സർവ്വവിധത്തിന്മേൽ വിട്ടോളണമെന്നാണ്. ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ഒരു വിശ്വവാക്യമാണ് സർവ്വവിധത്തിന്മേൽ വിട്ടോളണം. മനുഷ്യ ജീവിതം ഒരു യാത്രയാണ്. ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ദൂരം മാത്രമാണ് ഓരോ മനുഷ്യന്റെയും യാത്ര. ഈ യാത്രയിൽ നടക്കുകയും ചാടുകയും ഓടുകയും ഇടയ്ക്ക് വിശ്രമിക്കുകയും ഒക്കെ വേണം. ഈ യാത്ര എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവ വചനത്തിലൂടെ ക്രിസ്തുവും ശ്രീഹയും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നന്മകളാൽ സമൃദ്ധമായ ഏത് തോട്ടത്തിൽ നിന്നും ചതിയിലൂടെ പിശാച് മനുഷ്യനെ അകറ്റിയപ്പോൾ ദൈവം അഭയമായി നൽകിയ ഈ ഭൂമിയിലും പിശാച് തിന്മയുടെ കലകളെ വിളിച്ചു. ആ തിന്മ അകറ്റുവാനായി നോഹയുടെ കാലത്ത് ജലത്താലും നോഹയെ അഗ്നിയാലും ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിച്ചു. എന്നാൽ പാതാളത്തോളം വേറെത്തിയ തിന്മ മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളിലൂടെ വീണ്ടും വളർന്ന് പന്തലിച്ചപ്പോൾ ആ തിന്മ അകറ്റുവാനായി ദൈവപുത്രൻ മനുഷ്യനായി സ്വയം ഭൂമിയിൽ താഴ്ത്തിയിറങ്ങുകയും ഈ ലോകത്തിനായി സ്വന്തം ജീവൻ നമുക്കായി ബലിയർപ്പിക്കുകയും ചെയ്തു. ആ ദൈവപുത്രനോട് ചേർന്നിരിപ്പാൻ പൗലോസ് നമ്മെ ഉദ്ബോധിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, സർവ്വവിധത്തിന്മേൽ വിട്ടോളണമെന്ന്. ഏറ്റവും ഉത്തമമായ ഒരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെച്ച ക്രിസ്തു ശിഷ്യനായ പൗലോസ് സ്വന്തം ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മോട് ഇപ്രകാരം ആവശ്യപ്പെടുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന മാമോദിസയുടെ അവസരത്തിൽ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് മുതൽ നാം തിന്മയോട് അകലം പാലിക്കുകയാണ്. ഈശായ 59:2 പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയരെ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ സർവ്വവിധത്തിന്മേൽ നാം വിട്ടോടണം. എന്നാൽ സഭാപ്രസംഗി 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ നേരിലുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. കൂട്ടുകാരെ, നശിച്ചു പോകാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പിന്നെയോ നമ്മുടെ ദാസന്മാരായിരുന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പ്രാപിക്കാനത്രേ. ആ താക്കോലുകൾ നാം പ്രാപിക്കണമെങ്കിൽ സർവ്വവിധത്തിന്മേൽ നാം വിട്ടോടണം. സർവ്വവിധത്തിന്മയും എന്ന് പൗലോസ് നമ്മെ പറയുമ്പോൾ അവ ഏതൊക്കെയാണ് എന്ന സദൃശവാക്യം 6:14 നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് അറപ്പാകുന്ന 7 കാര്യങ്ങൾ. 1, അഹങ്കാരമുള്ള നോട്ടം. 2, വ്യാജം പറയുന്ന നാവ്. 3, ദുരുപായം ആലോചിക്കുന്ന ഹൃദയം. 4, ദുഷ്പ്രവൃത്തിക്കായി ധൃതിയായി ഓടുന്ന കാലുകൾ. 5, വ്യാജം പറയുന്ന കള്ളസാക്ഷി. 7, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നു. പ്രിയരെ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ നാം സർവ്വവിധത്തിന്മേൽ വിട്ടോടണം. ഇല്ലെങ്കിൽ ഈശായ 1:15 പറയുന്നത് പോലെ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറയ്ക്കും, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന്. ഗോഗത്തായിലെ കാൽവരി കുരിശിൽ അവസാന തുള്ളി രക്തം നമ്മുടെ പാപത്തിനായി ചിന്തിയപ്പോൾ ഈശായ 1:18 പറയുന്നത് പോലെ ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവന്നാലും ഹിമ പോലെ വെളുപ്പിക്കുമെന്ന്. അതുകൊണ്ട് സ്നേഹിതരെ, ദൈവത്തിൽ ആശ്രയിച്ച് ഈ ലോകത്തിന്മേ വിട്ടകന്ന് ദൈവത്തോട് ചേർന്നിരിപ്പാൻ നാം തയ്യാറാവും. പാപത്തിന്റെ ചതിക്കുഴിയിൽ നാം വീണു പോയിട്ടുണ്ടെങ്കിൽ ആ ധൂർത്ത പുത്രനെ പോലെ തിരികെ വരിക. ആകയാൽ തിന്മയോട് പങ്കുചേരാതെ യേശുവിന്റെ സ്വന്തം മക്കളെ ജീവിപ്പാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ജയ മലയാളം